إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അതിന് ഈ റമദാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്തണേ എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നന്നായി തഖ്വ കൈവരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട യൗമുൽ ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ബദറിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് വിശ്വാസികളായ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബദർ കേവലം ഒരു യുദ്ധമല്ല, ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് അതൊരു പതറാത്ത പാഠപുസ്തകമാണ്, ഗുണപാഠമാണ്. ബദർ ഉണ്ടായത് അധികാരം പിടിച്ചെടുക്കാനോ മണ്ണ് പിടിച്ചെടുക്കാനോ അല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ അചഞ്ചലമായ ആദർശത്തെ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബദർ. 300-ൽ പരം സ്വഹാബികൾ മാത്രം 1000-ലധികം വരുന്ന ശത്രുക്കളെ നേരിടുമ്പോൾ അവരുടെ കൈകളിൽ ശക്തമായ ആയുധങ്ങളോ സന്നാഹങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ദുർബലന്മാരായിരുന്നു. എന്നാൽ ശത്രുക്കളുടെ കൈകളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരഞ്ഞ് മണ്ണ് നനയുമാറ് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് സഹാബത്ത്
നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ ഫിൽ അർദ്. ഈ കൊച്ചു സംഘം എങ്ങാനും തോറ്റുപോയാൽ റബ്ബേ, നിന്നെ ആരാധിക്കാൻ ഇവിടെ തൗഹീദുള്ള ആൾ ഉണ്ടാവുകയില്ല റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെ ഉത്തരം സ്വീകരിച്ചു എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആമുഖമായി ഓതി വെച്ച ആയത്ത്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയാണ്, ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച, ഇസ്തിഗാസ നടത്തിയ, സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, അല്ലേ, 1000-ഓളം വരുന്ന മലായിക്കത്തുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചു. അങ്ങനെയുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. എന്നിട്ടോ ആ ഒരു ബദർ വിശ്വാസികൾ പല തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ബദറിൻ്റെ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ പല തരക്കാരാണ്. എന്നാൽ ഒരു വിശ്വാസി, അതിൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഒരു വിശ്വാസിക്ക് ഊർജവും ഗുണപാഠങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പാഠം എന്നുള്ളത് ഈമാൻ ആണ് അവരെ സംരക്ഷിച്ചത് എന്നാണ്. അവർ ബദർ നടന്നത് ഈമാനിനെ സംരക്ഷിക്കാനാണ്. അവരുടെ അചഞ്ചലമായ ഈമാനും ആദർശവും, ആ ആദർശ ശുദ്ധി അവർക്ക് ആ വമ്പിച്ച വിജയം നേടിക്കൊടുത്തു എന്നാണ്. അവരുടെ തൗഹീദാണ് അവരെ വിജയിപ്പിച്ചത്. അവരുടെ കൈകളിൽ ഒന്നുമില്ലായിരുന്നു. രണ്ടാമത്തേത് നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൃത്യമായി അനുസരിച്ചു. ഒരു അനുസരണക്കേടും അവരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്ക്, അല്ലേ, എന്തെങ്കിലും ഫിത്ന വരുമ്പോൾ വിശ്വാസികൾ പണ്ഡിതന്മാരെ അവലംബിക്കണം. അല്ലേ, തോന്നുന്ന പോലെ മീഡിയകൾ നമുക്കറിയാം പല കാര്യങ്ങളും വിട്ടയക്കും, പല കാര്യങ്ങളും മീഡിയയിലൂടെ കളവുകൾ പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മൾ സ്വന്തം ഇജ്തിഹാദ് ചെയ്ത് എന്തെങ്കിലും തീരുമാനിക്കലല്ല, മറിച്ച് നമ്മൾ പണ്ഡിതന്മാരിലേക്ക് മടക്കണം. അതേപോലെ മൂന്നാമത്തൊരു പാഠം എന്നുള്ളത് ഐക്യമുണ്ടാവണം എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം ഐക്യത്തിലും കൂടിയാലോചനകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ശൂറയുണ്ടാകണം. വഅംറുഹും ശൂറ എന്ന് പറഞ്ഞില്ലേ, ശൂറയുണ്ടാകണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ 1-ാം നിമിഷം മുതൽ സ്വഹാബത്തിനോട് ശൂറ നടത്തിയിരുന്നു എന്നാണ്. അല്ലേ, പ്രവാചകൻ ആരാണ്? സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേതാവാണ്, റസൂലാണ്. എന്നിട്ട് പോലും സാധാരണക്കാരായ ആ സ്വഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൂറ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് എല്ലാവരെയും പരസ്പരം ഐക്യത്തോടു കൂടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലേ, നോക്കൂ, ശൂറയില്ലാതെ എത്രയെത്ര ഫിത്നകളാണ്. ഒരേ ആദർശം പേറുന്ന ആളുകൾ എന്നാൽ ഛിന്ന ഭിന്നമായി പോവുകയാണ്. എന്തേ കാരണം? പരസ്പരം ശൂറയില്ല, ഐക്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾ ഇതിൽ വലിയ ഗുണപാഠമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പാഠം, വിശ്വാസികൾക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ്. തീർച്ചയായും ഒരു വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തിക്ക്, തൗഹീദുള്ള ഒരു അടിമക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവുക തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ എന്താ വേണ്ടത്? അവരിൽ ബദ്രില്ല, ആ ബദ്രീങ്ങളിൽ നിന്ന് നമുക്ക് ഗുണപാഠമുണ്ട്. എന്താ? അചഞ്ചലമായ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലാതെ മറിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അവരിൽ നിന്നുള്ള ഗുണപാഠം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വജദ്ന അലദ്ദ ഐശിന ബിസ്സബ്ർ, ഞങ്ങൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായ ജീവിതം അനുഭവപ്പെട്ടത് ക്ഷമിക്കുമ്പോഴാണ് എന്നാണ്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ള ഒരു പാഠം, ക്ഷമയുടെ കൂടെയാണ് വിജയം എന്നുള്ള ഒരു ഗുണപാഠം ബദ്രീങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. അഞ്ചാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആദർശം ശരിയാക്കുക എന്നുള്ളതാണ്. ബദ്രീങ്ങളുടെ പേരിൽ പല വിശ്വാസങ്ങളും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ, നമ്മുടെ നാടുകളിൽ പല തരത്തിലാണ് ബദ്രീങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകൾ. അല്ലേ, അവരെ സ്നേഹിക്കണം. ബദ്രീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. അതെങ്ങനെയാണ്? അവരുടെ ആദർശം സ്വീകരിച്ചിട്ടാണ്. അതല്ലാതെ അവരെ ആരാധിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ല
അവരെ ആദരിക്കേണ്ടത്, അവരെ സ്നേഹിക്കേണ്ടത്, അല്ലെ? അവർ പഠിപ്പിച്ച തൗഹീദ് അത് നമ്മൾ സ്വീകരിക്കുക. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. ആ തൗഹീദ് എന്ന ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആദർശം ഉണ്ടെങ്കിലേ നമ്മൾക്കും വിജയം ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. എന്നാൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ നമ്മളുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ആ ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുകയാണ്, ബലിയറക്കുകയാണ്, അല്ലേ? നമ്മളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രസവം അത് സുഖപ്പെടുവാൻ ബദർ മാല അല്ലെങ്കിൽ ബദരീങ്ങളെ ഓർത്താൽ മതി. ദാഹം ശമനം അതല്ലെങ്കിൽ ദാഹവും വിശപ്പുമൊക്കെ അകറ്റാൻ ബദരീങ്ങളെ വിളിച്ചാൽ മതി. രോഗം മാറാൻ ബദരീങ്ങളെ വിളിക്കുക. ബദരീങ്ങളെ തുണ റബ്ബന എന്നൊക്കെ മാലകൾ പാടുന്നുണ്ട് നമ്മുടെ നാടുകളിൽ, അല്ലേ? അതിന് പ്രത്യേകം മൗലീദും മാലകളൊക്കെ സജ്ജമാണ്, നമ്മുടെ നാടുകളിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരായിരുന്നു ബദരീങ്ങൾ? ആ ബദരീങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു ചര്യയല്ല കാണാൻ പറ്റുക. മറിച്ച് ആ ബദരീങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും അവരുടെ ആദർശത്തെ പിൻപറ്റുവാനുമാണ് ഒരു വിശ്വാസിക്ക് സാധിക്കുക. എന്താ? ബദരീങ്ങളുടെ നേതാവ് എങ്ങനെയായിരുന്നു? ബദരീങ്ങളുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് അള്ളാഹുവോടാണ്, അല്ലേ? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച കാര്യം നമ്മൾ പറഞ്ഞു. രോഗം പിടിപ്പെട്ടു പലർക്കും, ബദരീങ്ങളിൽപ്പെട്ട പല ആളുകൾക്കും, പല പ്രമുഖന്മാർക്കും. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന് പ്ലാഗ് രോഗം ബാധിച്ചിട്ടാണ് മരിക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് രോഗം ബാധിച്ചാൽ രോഗശമനത്തിന് ആ ബദരീങ്ങളെ വിളിക്കണമെന്നാണ്. എത്ര സങ്കടകരമാണ്, അല്ലേ? ഖലീഫ ഉമർ, നമ്മുടെ നാട്ടിലൊരു കഥയുണ്ട്. ഒരു ഹാജിയാർ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ വീട്ടിലാരുമില്ല, അതുകൊണ്ട് ഒരു കടലാസ് എടുത്ത് ബദരീങ്ങളുടെ പേരെടുത്ത് പുറത്ത് തൂക്കിയെന്നാണ്. അങ്ങനെ കള്ളൻ വന്നു വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന ശബ്ദം, ആയുധങ്ങളുടെയും കോലാഹങ്ങളുടെയും ഒക്കെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങനെ വീണ്ടും പോയി, വീണ്ടും വന്നു, വീണ്ടും പോയി. അങ്ങനെ അവസാനം ചോദിച്ചിട്ടാകുമ്പോൾ ഇതാണ് കാരണം, ബദരീങ്ങളുടെ പേര് എഴുതിയത് കൊണ്ടാണ് രക്ഷ ലഭിച്ചത്, കള്ളന് കയറാൻ തോന്നാത്തത് എന്നാണ്. എന്നാലോ ഖലീഫ ഉമർ ബദരീങ്ങളുടെ ഒരു നേതാവല്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരിക്കുന്നത്? സുബഹി നിസ്കരിക്കുമ്പോൾ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി വന്ന് വെട്ടുകയാണ്. ആ അബൂ ലുഅ്ലുഅ ഉള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിഞ്ഞില്ല. എന്നിട്ട് വെറ്റേറ്റ് മരിക്കുകയാണ് ബദരീങ്ങളിലെ നേതാവായ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ അതിലേക്ക് ചാടാൻ പാടില്ല, അല്ലെ? എന്തിനാണ് ബദർ ഉണ്ടായത്? ബദർ ഉണ്ടായത് എന്തിനാണ്? ബദറിന്റെ തലേന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. മനമുരുകി കരളുരുകി അള്ളാഹുവിനോടാണല്ലോ പ്രാർത്ഥിച്ചത്, അല്ലേ? അതേ തലേന്ന് അവരുടെ ശത്രുക്കളായ അബൂജഹലും കൂട്ടരും പ്രാർത്ഥിക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ആരോട് പ്രാർത്ഥിച്ചു അബൂജഹൽ? അള്ളാഹുവിനോട്. ഞങ്ങൾ സത്യവാന്മാരല്ലെങ്കിൽ ചരൽ വർഷം നമ്മുടെ മേൽ വർഷിപ്പിക്കണേ റബ്ബേ എന്ന് അബൂജഹൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. സഹോദരന്മാരെ, രണ്ടു കൂട്ടരും ഇവിടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? പിന്നെ എന്താണ് പ്രശ്നം അള്ളാഹു അതിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പറഞ്ഞത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അബൂജഹലും കൂട്ടരെന്ത് പറഞ്ഞു? അള്ളാഹുവിനെയും വിളിക്കണം, അതേപോലെ അള്ളാഹുവിൻ്റെ നല്ല നല്ല അടിമകളായ ഇബ്രാഹിം നബിയെയും അമ്പിയാക്കളെയും ഔലിയാക്കളായ ലാത്ത ഉസ്സ മനാത്തകളെയും ഒക്കെ വിളിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതിനു വേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത്, അല്ലേ? അവരെ പറ്റി ഖുർആൻ വിശദീകരിച്ചില്ലേ? വഇദാ റകിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ നിഷ്കളങ്കരായിട്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നാണ്. ആരെ പറ്റി? അബൂജഹലും കൂട്ടരും. മക്കത്തെ മുശ്രിക്കിനെ പറ്റി അള്ളാഹു പറയാണ്. എന്നിട്ടോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, അള്ളാഹു അവരെ കരകയറ്റിയാൽ, കപ്പലിൽ നിന്ന് കരകയറ്റി കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ വീണ്ടും ശിർക്കിലേക്ക് പോകുമെന്നാണ്, അല്ലേ? വീണ്ടും അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വലിയ പാറ കണക്കെ തിരമാലകൾ ഇങ്ങനെ അടിച്ച് വീശുമ്പോൾ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ്, എന്നാലോ
കരകയറ്റി കഴിഞ്ഞാൽ അതേ അവസ്ഥ ഷിർക്കിലേക്ക് വീണ്ടും മടങ്ങുമെന്നാണ്. സഹോദരന്മാരെ, ഇന്ന് ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ബദരീങ്ങളെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അല്ലേ, എത്ര ഗുരുതരമാണത് അല്ലേ. നമ്മുടെ നാട്ടിൽ മുശ്രിക്കുകളെ പറ്റി എന്താ പറഞ്ഞത്? അവർ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുമെന്നാണ്. കരകയറി അല്ലേ, കരയെത്തിക്കഴിഞ്ഞാൽ, രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശിർക്ക് ചെയ്യുമെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചായിപ്പോയി. നമ്മുടെ നാട്ടിലെ അവസ്ഥ, മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു തങ്ങൾ, അറിയപ്പെട്ട ഒരു തങ്ങൾ അല്ലേ, അദ്ദേഹം നാട്ടുകാർ, സാധാരണക്കാരായ മനുഷ്യന്മാർ സ്വർഗം കിട്ടണമെന്ന് പറഞ്ഞ് ഒരുപാട് ദാനം ചെയ്യുന്നുണ്ട്. ആ ദാനം കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയാണ്, അദ്ദേഹം ഒരു കപ്പൽ യാത്രയിൽ പെട്ടു, കപ്പലിൽ വലിയ കൊടുങ്കാറ്റൊക്കെ വന്നു. ആ സമയത്ത് ബദ്രീങ്ങളെ വിളിച്ച് തേടി എന്നാണ്, ബദ്രീങ്ങളെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ആ വീഡിയോയിൽ അദ്ദേഹം കരയുകയാണ്. നമ്മളൊക്കെ ആ വീഡിയോ കണ്ടതല്ലേ അല്ലേ? എന്താ അദ്ദേഹം പറയുന്നത്? ബദ്രീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷകനില്ല എന്ന് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. കരഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നഊദു ബില്ലാഹ്, എത്ര വലിയ ഗൗരവമുള്ള വാക്കാണത് അല്ലേ? ബദ്രീങ്ങളുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മനമൊരുകി കരളൊരുകി പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, നീ അല്ലാതെ ഒരു രക്ഷകനില്ല റബ്ബേ. നീ എങ്ങാനും ഞങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാധിക്കാൻ, നിന്നെ മാത്രം ആരാധിക്കാൻ ഒരു ടീം ഉണ്ടാവുകയില്ല റബ്ബേ എന്ന് അള്ളാഹുവിനെ വിളിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് റബ്ബിനോട് അല്ലേ? അതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃക നമുക്കുള്ളത്. അത് തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞില്ലേ, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് അല്ലേ? അത്യാസന്ന ഘട്ടത്തിൽ ഒരു മനുഷ്യൻ അകപ്പെട്ട് കഴിഞ്ഞാൽ, ഇദാ ദആഹു, അവൻ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രയാസം ദൂരീകരിക്കാൻ ആരാണുള്ളത്? അല്ലാതെ മറ്റാരാണുള്ളത് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. ആ ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ ഏതെങ്കിലും ഒരു ഇലാഹ് ഉണ്ടോ എന്ന് അള്ളാഹു ലോകരോട് ചോദിക്കുകയാണ്. സഹോദരന്മാരെ, ബദ്രീങ്ങളാണോ രക്ഷപ്പെടുത്തേണ്ടത്? അത്യാസന്ന ഘട്ടത്തിൽ രക്ഷപ്പെടുത്തുന്നത് ബദ്രീങ്ങളാണോ അതോ റബ്ബാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അത് ബദരീങ്ങളുടെ വിശ്വാസമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അല്ലേ? ആ ബദരീങ്ങൾക്ക് വിജയം ലഭിച്ചത് അല്ലേ, അവർ ലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായി മാറിയത്, ഏറ്റവും മഹത്തുക്കളായി മാറിയത് അവരുടെ ആ തൗഹീദ് കൊണ്ടാണ്, ആദർശം കൊണ്ടാണ്, ആ വിശ്വാസം കൊണ്ടാണ് അല്ലേ? ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ അല്ലേ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ഉറച്ച് തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നവരാണ് നമ്മൾ, അതല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു തൗഹീദിലൂടെ മാത്രം, ആ ബദരീങ്ങളുടെ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദുനിയാവിലും പരലോകത്തും രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതേപോലെ ആ ബദരീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ആ ബദരീങ്ങളെ മാത്രമല്ല, മൊത്തം സഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. മഹാനായ ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാ, അദ്ദേഹം കാവ്യശകലങ്ങളിൽ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ, വഖുൽ ഖൈറ ഖൗലിൻ ഫിസ് സഹാബത്തി കുല്ലിഹിം വലാ തകു തആനൻ തഈബു വതജ്റഹു. എല്ലാ സ്വഹാബിമാരെ പറ്റിയും ഏറ്റവും നല്ല വാക്ക് മാത്രമേ പറയാവൂ. ഒരിക്കലും ഒരു സ്വഹാബിയെ പറ്റിയും മോശമായതൊന്നും പറയരുതേ, അവരെക്കുറിച്ച് ഒന്നും തോന്നിവാസം പറയരുതേ. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ, എന്നിട്ട് നീ പറയണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ അത് വസീറാഹു, ആ രണ്ട് ഖലീഫമാരാണ്. ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു, അവർ കഴിഞ്ഞാൽ ഉസ്മാനാണ് എന്ന് നീ പറയണം. വറാബിഉഹും ഖൈറുൽ ബരിയത്തി ബഅദഹും, അവർക്ക് ശേഷം നാലാമൻ അത് ആരാണ്? അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു, ഒരുപാട് ഖൈർ നേടിയിട്ടുള്ള അലിയാണ് നാലാമൻ എന്ന് നീ പറയണം എന്ന് അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ അഖീദ. അവരെല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്വഹാബത്തിനെ എല്ലാവരെയും സ്നേഹിക്കുക, അവരെക്കുറിച്ച് ഒരു കുറ്റം പോലും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ അഖീദ. സഹോദരന്മാരെ, എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടത് സ്വഹാബികളെ ചീത്ത പറയുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? സ്വഹാബികളെ ചീത്ത പറയുന്ന ഒരു വ്യക്തിയെ അമേരിക്കയും ഇസ്രായേലും കൂടി വധിച്ചു എന്നതിൻ്റെ പേരിൽ അയാളെ ഷഹീദ് എന്ന പദവി നൽകി അല്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥ
ഷഹീദ് എന്ന പദവി ഇസ്ലാമിൻ്റെ ഏറ്റവും ഉന്നത പദവിയാണ്, അല്ലേ? സിറിയയിലെയും ലബനാനിലെയും സുന്നി പണ്ഡിതന്മാർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ആ വ്യക്തി മരിക്കുമ്പോൾ. എന്താ അവർ പറഞ്ഞത്? ആക്രമിക്കപ്പെട്ടവരായ ഞങ്ങളുടെ ഉമ്മമാരുടെയും വിധവകളുടെയും അനാഥരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹുവിന് തക്ബീർ വിളിക്കുകയാണ്. അവർ പെരുന്നാളിന് വിളിക്കേണ്ട തക്ബീർ അവരുടെ പള്ളികളിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അക്രമിയായ ഒരു ശത്രു മരിച്ചപ്പോൾ. എന്നാൽ അല്ലേ, അതുകൊണ്ട് ഷിയാക്കളെ നമ്മൾ കരുതിയിരിക്കണം. സ്വഹാബികൾ അങ്ങേയറ്റം വെറുക്കുകയും ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ അവർ കാഫിറാണ് എന്ന് പറയുന്നവരാണ്. ശ്രേഷ്ഠവാന്മാരായ സ്വഹാബികളെ ആരാണ് ഷിയാക്കൾ? അബൂബക്കറും ഉമറും ആയിഷയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരൊക്കെ വളരെ മോശപ്പെട്ടവരാണ്, അവർ കാഫിരീങ്ങളാണ്, അവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചെല്ലണം എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ, റാഫിളികൾ. സഹോദരങ്ങൾ, ഇത് നിസ്സാര കാര്യമല്ല. എന്നിട്ടോ ആയിഷയുടെയും സുബൈർ ബിൻ അവ്വാമിൻ്റെയും അതേപോലെ കുറച്ച് സ്വഹാബികളുടെ പേര് പറഞ്ഞ് റളിയല്ലാഹു അൻഹും അവരുടെ പേര് പറഞ്ഞതിന് ശേഷം അവർ പറയാണ്, അവർ നായ്ക്കളെക്കാളും പന്നികളെക്കാളും മോശപ്പെട്ടവരാണ് എന്നവർ എഴുതി വെക്കുകയാണ്. അപ്പോൾ എത്ര ഗൗരവമാണ് സഹോദരന്മാരെ, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സിറിയയിലും ലബനാനിലെയും അതേപോലെ ഇറാഖിലെയും യമനിലെയും ഒരുപാട് സുന്നി നാടുകളിലെ 10 ലക്ഷം സുന്നി മുസ്ലിമീങ്ങളെ കൊന്നടക്കിയവരാണവർ, അല്ലേ? സുന്നി മുസ്ലിമീങ്ങളെ കൊല്ലുന്നത് പുണ്യമായി കാണുന്നവരാണവർ. എത്രയെത്ര ഗൗരവമുള്ള, ഹറമിൽ ഒരുപാട് കലാപങ്ങൾ സൃഷ്ടിച്ചവരാണ്. അബ്ബാസി കാലഘട്ടത്തിൽ അവിടെയുള്ള ഹജറുൽ അസ്വദ് മോഷ്ടിച്ച് കൊണ്ടുപോയവരാണവർ. വലിയ ഹജറുൽ അസ്വദ് ആയിരുന്നു മുമ്പ് കാലങ്ങളിൽ. എന്നാൽ ഇപ്പോൾ ഉള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുകയാണ്, ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കട്ടുകൊണ്ടുപോയതാണ്. അപ്പോൾ അത്രക്കും ഒരുപാട് ഇസ്ലാമിനും മനുഷ്യത്വത്തിനും എതിരായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ ഒരു നേതാവ് മരിക്കുമ്പോൾ ഷഹീദ് പട്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുരവസ്ഥയാണ്. ഒന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ. ഷഹീദ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ, അല്ലേ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ സിദ്ദീഖ് കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥാനമാണ് ഷഹീദ് എന്നുള്ളത്. വശുഹദാഇ വസ്സാലിഹീൻ. അത് ഇത്രക്കും നീചന്മാരായ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്ന ഒരിക്കലും സമ്മതിക്കുകയില്ല. ഈ ബദരീങ്ങളും ഈ അബൂബക്കറും ഉമറും ഒക്കെ നമ്മെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരുടെ നിലപാട്, അല്ലേ? ഇസ്രായേലിന്റെ തെമ്മാടിത്തരം ഒരിക്കലും നമ്മൾ മറക്കുന്നില്ല, അവരുടെ നെറികേടുകൾ. അള്ളാഹു ആ അക്രമികളെയും നശിപ്പിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ 1 ലക്ഷം ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കൊന്ന ഇസ്രായേൽ മോശക്കാരും 10 ലക്ഷം സുന്നി മുസ്ലിമീങ്ങളെ കൊന്ന ഇവര് നല്ലവരാകുന്നത് എങ്ങനെയാണ്? അക്രമി തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവരാരെന്നറിയുമോ? മഹദി ഇമാമിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. മഹദി ഇമാം വരുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വന്നാൽ എന്താ ചെയ്യുന്നതെന്നറിയോ? മദീനയിൽ പോയി മദീന പിടിച്ചടക്കുകയും അവിടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്തി ഉറങ്ങുന്ന അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവർ കുഴിയിൽ നിന്ന് ഖബറിൽ നിന്ന് പുറത്തെടുക്കുകയും അവരെ ചുട്ടുകരിച്ച് അങ്ങനെ ഭസ്മമാക്കി കളയുമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചവരാണ്. അത്രക്കും ശത്രുതയുള്ളവരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ ഭാഗം, ഈമാനിന്റെ അടയാളം അൻസാറുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ആയത്തുൻ നിഫാഖി, നിഫാഖിന്റെ കപട വിശ്വാസത്തിന്റെ അടയാളമാണ് ബുഗ്ദുൽ അൻസാർ, അൻസാറുകളെ വെറുക്കുക എന്നുള്ളത്. നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സ്വഹാബത്തിനെ അതല്ലെങ്കിൽ അൻസാറുകളെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അൻസാറുകളെ വെറുക്കുന്നവരെ അള്ളാഹു വെറുക്കും, കോപിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻസാറുകൾ ആരാ? മുഹാജിറുകളെക്കാളും താഴെയാണ് അൻസാറുകൾ. മുഹാജിറിന്റെ അവസ്ഥ പറയണോ? ആ മുഹാജിറുകളുടെ നേതാക്കന്മാരെയാണ് ഇവർ കാഫിറാണെന്നും ലഅനത്ത് ചെല്ലണമെന്നുമൊക്കെ പറയുന്നത്. അത്രക്കും വിഭാഗീയതയും ദേശവും അഹ്ലുസുന്നയോട് വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടരാണിവർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ഷിയായിസം, അതിനെ വെള്ളപൂശാൻ വരുന്ന ഒളി അജണ്ടകൾ കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്ന അത്തരം കുബുദ്ധികളെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം, അല്ലേ? നമ്മുടെ GCC രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബോംബുകൾ വർഷിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇറാനിൻ്റെ ബോംബ് വീണുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവരിലേക്ക് ഉയരേണ്ടതുണ്ട്. അവരുടെ പ്രതിസന്ധി നമ്മളുടെ പ്രതിസന്ധിയാണ്, നമ്മളുടെ വലിയ സ്രോതസ്സാണത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ അവിടെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ
അവരുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതുപോലെ തഖ്വയുള്ളവരാകണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, സാധാരണ റമളാനിൻ്റെ പകുതിയാകുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു ചൊല്ല്, നിസ്ഫു റമളാൻ ഖദ് ദഹബ. റമളാനിൻ്റെ പകുതി അത് പോയി. വൽ ബാഖി മിൻഹു ദഹബുൻ, അതിലെ ബാക്കി അത് സ്വർണ്ണ ഖനിയാണ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ്സിൽ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് റമളാൻ. അതിൻ്റെ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നമ്മൾ ഓരോ ദിവസവും വിലയിരുത്തേണ്ടതുണ്ട്, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. റമളാൻ കൊണ്ട് റബ്ബ് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ നമ്മളിൽ നിന്ന്, ആ ഉദ്ദേശം, ആ ലക്ഷ്യം നേടിയെടുക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ അത് ഏറെ ഗൗരവമുള്ളതാണ്, ഏറെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമുള്ളതാണ്. ഇനി നമ്മൾ കാലെടുത്ത് വെക്കുന്നത് അവസാനത്തെ 10ലേക്കാണ് അല്ലേ. അതിലൊരു രാത്രിയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം, ഒരു രാത്രി എന്നാണ് ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞത്. നോക്കൂ, ഒരു രൂപ നമ്മളൊരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു വലിയ പണക്കാരൻ എന്തോ ഒരു അത്യാവശ്യത്തിന് നമ്മളോട് 1 രൂപ ചോദിക്കുകയാണ്. 1 രൂപ തന്നാൽ ഞാൻ 1000 രൂപ തരാം, വളരെ എമർജൻസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 രൂപ അല്ല, ചിലപ്പോൾ 1000 രൂപ തന്നെ എടുത്തു കൊടുക്കും അല്ലേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് 1000 മാസത്തെ പ്രതിഫലം തരാമെന്നാണ്. നമ്മളുടെ മുതലാളി നമ്മളോട് പറയാണ്, ഇന്ന് എല്ലാവരും അതല്ലെങ്കിൽ നാളെ എല്ലാവരും ഡ്യൂട്ടി ലീവാണ്, എല്ലാവർക്കും വരാൻ പ്രയാസമുണ്ട്, നാളെ നീ വരണം, നീ ഇന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് 1 മാസത്തെ മുഴുവൻ ശമ്പളം ഞാൻ നിനക്ക് ഇതിലൂടെ തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും വരൂല സഹോദരന്മാരെ. 30 ദിവസത്തെ ശമ്പളം 1 ദിവസം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും പോകൂലേ? തീർച്ചയായും പോകും. എന്നാൽ അള്ളാഹു തരുന്നത് 1000 മാസത്തെ അല്ലേ, 1000 മാസത്തിൻ്റെ ശമ്പളമാണ് നമ്മൾക്ക് തരുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഇബാദത്തിന് വേണ്ടി ഇറങ്ങണം അല്ലേ. അതുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ലൈലത്തുൽ ഖദ്ർ എങ്ങാനും തടയപ്പെട്ട് കഴിഞ്ഞാൽ, മൻ ഹുരിമ ഖൈറഹ ഹുരിമൽ ഖൈറ കുല്ലഹ്, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദ്ർ തടയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എല്ലാ ഖൈറും തടയപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈലത്തുൽ ഖദ്റിനെ കാണുക. ഏത് രാത്രി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. ചില ആളുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് 27ാമത്തെ രാത്രിയാണിത് എന്ന്. അങ്ങനെയല്ല, അത് മാറി വരാം. ചില വർഷങ്ങളിൽ 23 ആകാം, 21 ആകാം, 25 ആകാം, 27 ആകാം. പല രാത്രിയിലായിട്ട് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അടയാളങ്ങൾ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നും ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒറ്റയിട്ട രാവികളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രതീക്ഷിക്കണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, അതിന് ആരാധനയിൽ നമ്മൾ എന്ത് ചെയ്യുക, മുഴുകാൻ ശ്രമിക്കുക, ധാരാളം പ്രാർത്ഥിക്കുക. ആ അവസാനത്തെ 10ൽ ധാരാളം പ്രാർത്ഥിക്കുക, സദഖകൾ അധികരിപ്പിക്കുക, ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കുക അല്ലേ. ഒരു ഹർഫിന് 10 കൂലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓരോ ഹർഫിനും ഓരോ രൂപ വെച്ച് തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ എത്ര വായിച്ചിട്ടുണ്ടാകും? ഇപ്പോൾ ഖുർആനിൽ നിന്ന് നമ്മൾ എത്ര വായിച്ചിട്ടുണ്ടാകും? അതുകൊണ്ട് അതൊരു ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കുക. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. ഇഅ്തികാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ
ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാന. റമദാനിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജൽ, മരിക്കുന്നത് വരേക്കും ഇഅ്തികാഫിരുന്നിരുന്നു. വിടാത്ത സുന്നത്താണ്, ജീവിതത്തിൽ ഒരിക്കലും വിടാത്ത സുന്നത്താണ് അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. സുമ്മ അഅ്തകഫ അസ്വാജുഹു ബഅദഹു, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു. എന്നാൽ വഫാത്തിന് ശേഷവും ഭാര്യമാർ അവിടുന്ന് ഇഅ്തികാഫിരുന്നിരുന്നു എന്നാണ് നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ഈ പള്ളിയിലും ഇഅ്തികാഫിനുള്ള എല്ലാ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല സൗകര്യമുണ്ട്. നോമ്പ് തുറയുണ്ട്, അതേപോലെ രാത്രി ഭക്ഷണവും അത്താഴവുമൊക്കെ ഇവിടെ സജ്ജമാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ സംഘാടകർക്ക്, ഭാരവാഹികൾക്ക് അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ഒരുപാട് ചെലവുണ്ട്. അത് സംഭാവന ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക, നല്ലൊരു പുണ്യമാണ്. അതേപോലെ സാധിക്കുന്നവരെല്ലാം ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി 10 ദിവസവും ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം, പൂർണ്ണമായും അല്ലേ, മുഴുവനായി അങ്ങനെ അള്ളാഹുവിൻ്റെ അതിഥിയായി ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ് അല്ലേ. നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ മാറ്റിവെച്ച് പോകാറുണ്ട്. നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തു പോകാറുണ്ട്. നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ കൊല്ലങ്ങളോളം വിട്ട് അവിടെ നിൽക്കാറുണ്ട്. ഒരു 10 ദിവസം നമ്മൾക്ക് ആ രീതിയിൽ പള്ളിയിൽ ചടഞ്ഞുകൂടി ഇബാദത്തിന് വേണ്ടി, റബ്ബിൻ്റെ പാപമോചനം തേടിയെടുക്കാൻ വേണ്ടി, ലൈലത്തുൽ ഖദ്റിനെ നേടിയെടുക്കാൻ വേണ്ടി പള്ളിയിൽ 10 ദിവസം ഇരിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ ഖൈറാണ്. പ്രയാസമുള്ളവരുണ്ടാകാം അല്ലേ, വീട്ടിൽ പ്രായം ചെന്ന ഉപ്പയോ ഉമ്മയോ രോഗികളെ ഒക്കെ ഉള്ളവരുണ്ടാകാം. അതേപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജോലികളൊക്കെ ഉള്ളവരുണ്ടാകാം. അവർക്ക് ആ നിയ്യത്ത് നമുക്ക് മനസ്സിലുണ്ടാകണം. നിയ്യത്തിന് പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ രാത്രി മാത്രം പള്ളിയിൽ താമസിക്കാൻ പറ്റുന്നവർ അങ്ങനെ രാത്രി വന്ന് പള്ളിയിൽ കഴിച്ചു കൂട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കഴിഞ്ഞാൽ ശദ്ദ മിസ്റഹു എന്നാണ്, ഉടുമുണ്ട് മുറുക്കിയിരുന്നു എന്നാണ്. എന്നിട്ട് ഐഖദ അഹ്ലഹു, തൻ്റെ കുടുംബത്തെ എല്ലാം വിളിച്ചുണർത്തിയിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബിൻ്റെ പാപമോചനം കിട്ടിയേ മതിയാകൂ എന്ന മട്ടിൽ ഇരുന്ന് റബ്ബിനോട് ചോദിച്ച് വാങ്ങുക. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കുക. സഹോദരന്മാരെ, അതേപോലെ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഈദ് കിസ്വ 10-15ഓളം വർഷങ്ങൾ ആയി. അത് പാവങ്ങളായ ഉമ്മ മരിച്ച വിധവകളായ മക്കൾ, നിത്യരോഗികളായ രക്ഷിതാക്കളുടെ മക്കൾക്ക്, അത് അർഹരായിട്ടുള്ള പിഞ്ചു മക്കൾക്ക് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രക്ഷിതാക്കൾ, അങ്ങനെയുള്ള കുട്ടികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ആ ഈദ് കിസ്വ. അങ്ങനെ നമ്മളുടെ മക്കൾക്ക് ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് കൂടി ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു നല്ലൊരു ഉദ്ദേശം, അങ്ങനെ ഒരു റഹ്മത്ത്, നമ്മളിൽ നിന്നുള്ള റഹ്മത്ത്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്നൊരു റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരു കുട്ടിയുടെ വിഹിതത്തിന്, ഒരു കുട്ടിയുടെ വസ്ത്രത്തിന് 1300 രൂപയാണ് തുകയായിട്ടുള്ളത്. അത് പുറത്ത് നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ മദ്രസയുടെ കൺസ്ട്രക്ഷൻ വർക്ക് കുറച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദ്ർ യുദ്ധത്തിന് പോകുമ്പോൾ സ്വഹാബികളോട് എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ അവിടുന്ന് സധൈര്യം പറഞ്ഞു, മുഹാജിറുകളുടെ കൈകളിലൊന്നുമില്ല. അൻസാറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് റസൂലേ? ഫഇന്നാ സിൽമുൻ ലിമൻ സാലംത, നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുന്നവരോട് ഞങ്ങൾ നല്ല നിലയിൽ പെരുമാറുന്നു റസൂലേ. വഹർബുൻ ലിമൻ ഹാറബ്ത, നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യും റസൂലേ. വഖുദ് മിൻ അംവാലിനാ മാ ശിഅത, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് താങ്കൾക്ക് എന്താണോ വേണ്ടത് റസൂലേ അത് നിങ്ങൾ എടുത്തോളൂ. വല്ലാഹി മാ അഖദ്ത മിന്നാ അഹബ്ബു ഇലൈനാ മിമ്മാ തറക്ത, നബിയെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്താണോ എടുത്തത് അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഒഴിവാക്കിയതിനേക്കാളും ഇഷ്ടം എന്ന് ആ സ്വഹാബത്ത് പറഞ്ഞ ചരിത്രമാണ് ബദ്രിൻ്റെ ചരിത്രം. അതുകൊണ്ട് നമ്മളും ഈ റമളാൻ, ചിലപ്പോൾ നമുക്ക് അടുത്തൊരു റമളാൻ ഉണ്ടോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ സദഖയുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ജാഗരൂകരാവുക. അതേപോലെ കൊടുത്തു വീട്ടേണ്ട നിർബന്ധ സക്കാത്ത് അത് എത്രയും പെട്ടെന്ന് കണക്ക് കൂട്ടി കൊടുത്തു വീട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ സമ്പത്ത് അശുദ്ധമാണ്. അതുകൊണ്ട് ഗൗരവത്തിലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ അയൽ രാജ്യങ്ങളിൽ GCC രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നയും അള്ളാഹു കെട്ടെടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അള്ളാഹു അവർക്ക് കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു നല്ല ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا وأزواجنا وذرياتنا وإخواننا من النار. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات. اللهم إنا نعوذ بك من النار، اللهم إنا نعوذ بك من خزي النار، اللهم إنا نعوذ بك من حر النار، اللهم حرم وجوهنا على النار. اللهم رب جبرائيل وميكائيل ورب إسرافيل نعوذ بك من حر النار، نعوذ بك من حر النار ونعوذ بك من عذاب القبر. اللهم إنا نسألك رضاك والجنة، اللهم إنا نسألك رضاك والجنة ونعوذ بك من النار ونعوذ بك من سخطك والنار. اللهم إنا نسألك الفردوس أعلى الجنة، اللهم إنا نسألك الفردوس أعلى الجنة. اللهم أرنا وجهك الكريم، اللهم أرنا فيها وجهك الكريم. يا حي يا قيوم يا غفور يا رحيم يا ودود يا كريم. اللهم اجعلنا من المرحومين ولا تجعلنا من المحرومين، اللهم اجعلنا من المرحومين ولا تجعلنا من المحرومين. يا حي يا قيوم يا ذا الجلال والإكرام. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من الضلالة والشقاوة. اللهم إنا نعوذ بك من الرياء والسمعة والعيلة والذلة والمسكنة. اللهم إنا نسألك الرفعة، اللهم إنا نسألك العزة. يا حي يا قيوم يا ذا الجلال والإكرام. ربنا تقبل منا صيامنا وقيامنا وسجودنا وركوعنا ودعاءنا وتلاوتنا وقراءتنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.